ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ ടാസ്കിൻ്റെ മൂന്നാമത്തെ ദിവസത്തെ എപ്പിസോഡിലെ അപ്ഡേറ്റുകൾ ഇങ്ങനെ. മൂന്നാം ദിവസം 40 മത്സരാർത്ഥികളും ഒരുമിച്ച് മത്സരിക്കുന്ന ഗെയിമുകളാണ് ഉണ്ടായിരുന്നത്. അതിനായി മത്സരാർത്ഥികളെ 4 ടീമുകളായി തിരിച്ചു. ഓരോ മത്സരാർത്ഥികളും ഇരിക്കുന്ന ക്രമം അനുസരിച്ചാണ് 4 ടീമുകളായി തിരിച്ചത്. ഓരോ ടീമിൽ നിന്നും ഓരോ ക്യാപ്റ്റന്മാരെ തിരഞ്ഞെടുത്തു. നോമിനേഷൻ സിസ്റ്റത്തിലായിരുന്നു ക്യാപ്റ്റന്മാരുടെ തിരഞ്ഞെടുപ്പ്. കൂടുതൽ വോട്ട് കിട്ടിയ വ്യക്തികൾ ക്യാപ്റ്റന്മാരായി. ടീം ക്യാപ്റ്റന്മാർക്ക് പ്രത്യേക ഇമ്മ്യൂണിറ്റി ഉണ്ട്. അവർക്ക് ഈ എപ്പിസോഡിൽ എലിമിനേഷൻ ഉണ്ടാകില്ല. തിരഞ്ഞെടുത്ത 4 ടീമുകൾക്കും ഒരേ ടാസ്ക് തന്നെയായിരുന്നു പെർഫോം ചെയ്യേണ്ടിയിരുന്നത്. ഓരോ ടീമിനും ഓരോ പെർഫോമൻസ് എന്ന നിലയിൽ 4 ടീമുകളും ഓരോ പ്രാവശ്യം ഗെയിം ട്രൈ ചെയ്തു. അതിൽ കിട്ടിയ ബെസ്റ്റ് സ്കോർ അനുസരിച്ച് വിജയിയായ ടീമിനെ പ്രഖ്യാപിച്ചു. ഇതിൽ ഏറ്റവും കുറഞ്ഞ പോയിന്റ് നേടിയ ടീമിൽ നിന്നുമായിരുന്നു എലിമിനേഷൻ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ അതിൽ മറ്റു ചില ട്വിസ്റ്റുകൾ കൂടി അഗ്നിപരീക്ഷ ടീം ഒളിപ്പിച്ചിരുന്നു. അങ്ങനെ ഈ എപ്പിസോഡിൽ 4 മത്സരാർത്ഥികൾ അഗ്നിപരീക്ഷ വേദിയിൽ നിന്നും എലിമിനേറ്റഡ് ആയി. മറ്റൊരു പ്രധാന കാര്യം, രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ കുറേയേറെ മത്സരാർത്ഥികൾക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് ലഭിച്ചിരുന്നു. 2 അവസരങ്ങളിലായി എല്ലാ മത്സരാർത്ഥികളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഇൻഫിനിറ്റി പെൻഡന്റുകളും പൂർണ്ണമായി നഷ്ടമായി. നിലവിൽ 3-ാം എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ആർക്കും ഇൻഫിനിറ്റി പെൻഡന്റ് കയ്യിൽ ഇല്ല. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ജിയോ ഹോട്ട്സ്റ്റാറിലെ എപ്പിസോഡ് കാണുകയോ ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് കാണുകയോ ചെയ്യാം. എലിമിനേഷനെ കുറിച്ചും എലിമിനേറ്റഡ് ആയവരെ കുറിച്ചുമൊക്കെ കൂടുതൽ അപ്ഡേറ്റുകൾ മറ്റു വീഡിയോകളായി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് 3-ാം ദിവസത്തെ എപ്പിസോഡിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യൂ.